വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാൾ ആഘോഷിച്ച് വെരൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയം മാർച്ച് 10-ന് ആരംഭിച്ച 10 ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾ മാർച്ച് 19-ന് ആഘോഷമായ വിശുദ്ധ കുർബാനയോടെയാണ് സമാപിച്ചത്. ജാതിമത ഭേദമന്യേ നാനാതുറകളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ തിരുനാൾ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി മാറിയെന്ന് ഇടവക വികാരി ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. അതിരൂപതയിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വെരൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയം. ഇടവകയിലെ 1200ഓളം കുടുംബങ്ങൾ ഒത്തൊരുമിച്ചാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ നടത്തിയത്. സമാപന ദിവസമായ മാർച്ച് 19-ന് ഏകദേശം 15,000-ഓളം തീർത്ഥാടകർ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥം തേടി ദേവാലയത്തിലെത്തി. 10 ദിവസവും പ്രത്യേക കുർബാനകൾ, നൊവേന, ലതീഞ്ഞ് എന്നിവ നടന്നു. തിരുനാളിന്റെ പ്രധാന ആകർഷണമായ നേർച്ചയൂട്ടിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇടവക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത്. ആഘോഷങ്ങൾ ഭക്തിപൂർവ്വം പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാ വിശ്വാസികൾക്കും വികാരി ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ നന്ദി അറിയിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള ഈ അതിരൂപതയിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളൊന്നാണ് വെരൂർ സെന്റ് ജോസഫ് ദേവാലയം. ഏതാണ്ട് 1400ഓളം കുടുംബങ്ങളുള്ള ഈ ഇടവകയിലെ ഏറ്റവും ആഘോഷപൂർവ്വമായ തിരുനാളാണ് ഈ മരണത്തിരുനാൾ. ഏതാണ്ട് 15,000-ലധികം ആളുകൾ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കുന്നു. നാനാജാതി മതസ്ഥരായ ആളുകളുടെ ഒരു കൂട്ടായ്മയും ഐക്യവുമാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും മനോഹാരിത. മാർച്ച് 10-ാം തീയതി ആരംഭിച്ച് മാർച്ച് 19-ന് സമാപിക്കുന്ന തിരുനാളിൽ ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകം ജാതിമതഭേദമന്യേ അനേകർ പങ്കെടുക്കുന്നു. ഇതിനോട് ഒപ്പം അനേകർക്ക് വെളിച്ചമായി ഇടവക മാറുന്നു എന്നുള്ളതും ഏറെ സന്തോഷപൂർവ്വം നേരുകയാണ്. ഇടവക കൂട്ടായ്മയുടെ വലിയ പ്രകാശനമാണ് ഈ തിരുനാൾ. ഈ തിരുനാളിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ കുറവുകൾ മറന്നുകൊണ്ടും നന്മകൾ ഓർക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിയ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.